വെൽക്കം ടു സുൽത്താൻ. അങ്ങനെ സുൽത്താനാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് പരിപാടികളൊക്കെ തീർന്നല്ല, ഏറ്റവും അതായത് നമ്മൾ ചെയ്യേണ്ട പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. കാരണം ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. സോ വെൽക്കം ടു സുൽത്താൻ. സോ സുൽത്താനാണ്. നമുക്ക് 2 പരിപാടികളുണ്ട്, ബാക്കി പരിപാടികൾ വലിയ വലിയ വീഡിയോ കാണാം. അങ്ങനെ നമ്മളുടെ പോളോ പീരിയോഡിക് സർവീസിൽ കൊണ്ടുവന്നേക്കാണ്. ഏകദേശം നമ്മുടെ വണ്ടി 1,20,000 കിലോമീറ്റർ പ്ലസ് ഓടിയിട്ടുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ മീറ്ററിൽ 1,22,460 സംതിങ് അല്ലേ, 1,22,467 കിലോമീറ്റർ അവിടെ വണ്ടി ടോട്ടൽ ഓടിയുണ്ട്. അപ്പൊ അതിന്റെ പീരിയോഡിക് സർവീസ് ലാസ്റ്റ് ഞാൻ സർവീസ് ചെയ്തത് 1,12 സോ 1,22 ചെയ്യണമായിരുന്നു. ഒരു 400 കിലോമീറ്റർ എക്സ്ട്രാ ഓടി. നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരി വെച്ചേക്കാണ്. സ്പെയർ ഒക്കെ എടുക്കാൻ ഷോപ്പിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെയർ എടുത്തുകൊണ്ട് വരണം, ഫിറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ചധികം പരിപാടികളാണ്. കണ്ടോ ഇവിടെയൊക്കെ ഒരു വലിയ ഗ്യാപ്പായിട്ട് കിടക്കണം. അവിടെ നമ്മുടെ എയർ ഫിൽറ്റർ ഇരുന്ന വലിയ എയർ ഫിൽറ്റർ ഇരുന്നാണ്. നമ്മുടെ പഴയ എയർ ഫിൽറ്ററിന്റെ അവസ്ഥ ഉണ്ടോ, മൊത്തം ഡസ്റ്റ് അടിച്ച് ബ്ലോക്കായി മൊത്തം ചളക്കുള്ള അവസ്ഥയായിരുന്നു നമ്മുടെ പഴയ എയർ ഫിൽറ്റർ. കാരണം ഞാൻ 1,12 സർവീസ് ചെയ്തുകൊണ്ട് പിന്നെ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. സോ നിങ്ങളൊക്കെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എയർ ഫിൽറ്ററും ക്യാബിൻ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥയാവും, ഫുള്ള് ഡസ്റ്റ് അടിച്ച് കയറി അടങ്ങിയിരിക്കും. അത് വണ്ടിക്ക് ഒട്ടും നല്ലതല്ല. വണ്ടിയുടെ അവസ്ഥ ഭയങ്കരമായിട്ട് മോശമാക്കും. നമ്മുടെ എഞ്ചിനൊക്കെ നീര് നല്ല കംപ്ലൈൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മൂക്കടച്ച് പിടിച്ച് നമ്മുടെ ശ്വാസം എടുക്കാൻ പറയാനുള്ള അവസ്ഥയാണ്. ഓയിൽ ഫിൽറ്റർ കണ്ടോ, ഓയിലിന്റെ ഒക്കെ കളർ കണ്ടോ, നേരെ നല്ല ബ്ലാക്ക് ആയി. ഓയിലൊക്കെ അത്യാവശ്യം തീരാറായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തെയാണ്. നമ്മുടെ ഡീസൽ ഫിൽറ്റർ നമ്മൾ മാറ്റുന്നുണ്ട്, എയർ ഫിൽറ്റർ മാറ്റുന്നുണ്ട്, ക്യാബിൻ ഫിൽറ്റർ മാറ്റുന്നുണ്ട്, ഓയിൽ ഫിൽറ്റർ മാറ്റുന്നുണ്ട്, എഞ്ചിനുകൾ മാറ്റുന്നുണ്ട്, കൂളന്റ് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ മെയിൻ പരിപാടി. പിന്നെ അതുപോലെ നമ്മൾ വണ്ടിക്ക് അതിന് സ്പേസർ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ബ്രേക്ക് പാഡ് ഞാൻ പുതിയതിട്ടപ്പോൾ കാലിപ്പർ ഒന്ന് ആലോചിച്ച് തട്ടുന്നുണ്ട്. സോ ഈ 8mm സ്പേസർ എടുത്ത് നമ്മൾ ഫ്രണ്ടിലിടും, ഫ്രണ്ടിൽ കിടക്കുന്ന 5mm എടുത്ത് നമ്മൾ ബാക്കിലിടും. അതാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ വണ്ടിയുമായിട്ടുള്ള പരിപാടികൾ. അപ്പോൾ നമ്മൾ ഈ സ്പേസർ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ അന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. അപ്പം നെട്ടുകളിലൊക്കെ മേടിക്കണം. നമ്മളങ്ങനെ എയർ ഫിൽറ്റർ പുതിയ ഒന്നുണ്ട്. ഈ എയർ ഫിൽറ്ററിന്റെ കളർ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇതും പഴയതും വെച്ചൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം പഴയ എയർ ഫിൽറ്ററിന്റെ വേസ്റ്റ് കണ്ടീഷൻ. നമ്മൾ വണ്ടി ശ്രദ്ധിക്കുക. വേറെ എന്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും, നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വണ്ടിക്ക് പ്രോപ്പറായിട്ട് ഫ്യൂൽ അടിക്കുക, വണ്ടിയുടെ ഓയിൽ കലയൊക്കെ സെറ്റ് ചെയ്യുക, നമ്മൾ കുളിച്ചില്ലെങ്കിലും വണ്ടിയെ കഴുകുക. ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുനടക്കുന്നതാണ് ഞാൻ. കാരണം ഞാനിതിപ്പോൾ ഒരു 700 കിലോമീറ്റർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടാണ് ഇത്രയും വണ്ടി കാണാനൊരു മോശം അവസ്ഥ. പക്ഷേ ഫിൽറ്റേഴ്സ് ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. സോ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 1-2 മണിക്കൂർ ടൈം എടുക്കും. ആ ഗ്യാപ്പിൽ നമുക്ക് ഈ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റപ്പാക്കി ഒന്ന് ലുക്കായിട്ട് വരാം. കാരണം നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. സോ നമുക്ക് നേരെ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോവാം. നമ്മൾ അങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 0 എടുക്കുക, ലൈൻ ഡോർ വയ്ക്കുക, ബിയേർഡ് ഒന്ന് ഷേപ്പ് ചെയ്യുക, സെറ്റപ്പ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഹെയർ കട്ടിന് പോയത് ഞാൻ കാറ് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് തൊട്ടടുത്തുള്ള നാച്ചുറൽസിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോയ്സിൻ്റെ ഒരു കോംബോ നടക്കുന്നുണ്ട്. ഏകദേശം ക്ലീനപ്പ്, ഹെയർ കട്ട്, ബിയേർഡ് സെറ്റിങ്സ്, ഡീറ്റാൻ എല്ലാം കൂടെ ടോട്ടൽ ഒരു 1,300 നമുക്ക് നല്ലൊരു ബെസ്റ്റ് കോംബോ ആയിട്ട് എനിക്ക് തോന്നി. സോ ജസ്റ്റ് ഞാൻ ഒരു കോംബോ കണ്ട സമയത്ത് ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയപ്പോഴാണ് ഞാനത് ഈ വീഡിയോയിൽ പറഞ്ഞു. വേറെ പ്രൊമോഷനുകളൊന്നുമല്ല, ചുമ്മാ ഒരു ക്ലീനപ്പ് കൂടി ചെയ്യാൻ വിചാരിച്ചു. സോ പറ്റിച്ചതാ. അങ്ങനെ നമ്മൾ മുടിയൊക്കെ വെട്ടി സെറ്റപ്പ് ആക്കി വന്നിട്ടുണ്ട്. സോ ഇനി നേരെ നമ്മളുടെ കാർ എടുക്കുന്നിടത്തേക്ക് പോകണം. വണ്ടിയുടെ അവസ്ഥ എന്തായാലും നോക്കണം. ഓൾറെഡി ഞാൻ ലേറ്റ് ആണ്, ഒരു 1 hour ലേറ്റ് ആണ്. ഞാൻ ഹെയർ കട്ടിന് വേണ്ടി മാത്രം പോയി ഞാൻ ഒന്ന് ക്ലീനപ്പ് ചെയ്തു, ഒന്ന് ഡീറ്റാൻ ചെയ്തു. അങ്ങനെ നമുക്കിനി നേരെ വണ്ടി എടുത്ത് വണ്ടി റെഡിയാക്കി നേരെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പോകാം. കുട്ടിക്ക് എന്തെങ്കിലും മേടിക്കണ്ടേ, അപ്പോൾ ഒരു ചെറിയ ഡ്രസ്സ് മേടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നേരെ കുട്ടിയുടെ അടുത്ത് പോവാ, ഡ്രസ്സ് മേടിക്കുക. കുട്ടിയെടുത്ത് പോയില്ല, ആദ്യം നേരെ പോയി ഡ്രസ്സ് മേടിക്കാണ്ട് നമുക്ക് നേരെ കുട്ടിയെടുത്ത് പോയി ഒന്ന് ബർത്ത്ഡേ വിഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് നമുക്ക് കുട്ടിയുടെ ഒരു ചെറിയ POV ഷോട്ടൊക്കെ എടുത്ത് സെറ്റപ്പ് ആക്കാം. നേരെ നമുക്ക് വണ്ടി എടുക്കാൻ പോകാം. അങ്ങനെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കി വന്നപ്പോൾ വണ്ടിയുടെ ലാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് എയർ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഓയിൽ ഫിൽറ്റർ, ക്യാബിൻ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ ഒക്കെ ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് എയർ ഫിൽറ്റർ എടുത്ത് ഫിക്സ് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അതുകൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടി സർവീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ബർത്ത്ഡേ കൊച്ചിന്റെ വീട്ടിലേക്ക് പോവാണ്. സോ നമ്മുടെ ബർത്ത്ഡേക്കാരിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം. കൈമീശ അങ്ങനെ കയറി ചെല്ലാനല്ലേ. സോ നമുക്ക് നേരെ പോയി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാം. ഡ്രസ്സ് സെലക്ട് ചെയ്ത് നമുക്ക് നേരെ ബർത്ത്ഡേക്കാരിയെ കാണാൻ നേരെ ബർത്ത്ഡേ കൊച്ചിന്റെ വീട്ടിലേക്ക് പോകാം. ബർത്ത്ഡേ കൊച്ചിന്റെ വീട്ടിൽ പോയി ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാം. സോ നമ്മൾ നേരെ പോകുന്നു ബർത്ത്ഡേ കൊച്ചിന് ഉടുപ്പെടുക്കാൻ. സോ നമുക്ക് നേരെ ഉടുപ്പെടുത്തില്ല അവിടെ കാണാം.
നമ്മൾ അങ്ങനെ ബർത്ത്ഡേക്കാരുടെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് നേരെ ബർത്ത്ഡേ എടുക്കുന്ന വീട്ടിലോട്ട് പോവാണ്. നമുക്ക് വീട്ടിൽ പോയിട്ട് ചെറിയ കട്ടിങ് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ അവിടെ പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അഞ്ചിത മുഞ്ചിൽ പുഞ്ചിരിക്കും കൺമണി മൃഗമറിയം പൊന്നുമോളെ നീച്ചിരി മോൾക്കൊരു വയസ്സ് ആഘോഷത്തിൻ നാളെനി സനിൽ ബാപ്പ പോറ്റിടുന്ന പൈങ്കിളി നാസില ഉമ്മയും മോളെയും ഒരു. അങ്ങനെ നമ്മുടെ കുറുമ്പിയുടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കുറുമ്പി ഭയങ്കര കരച്ചിലാണ്. ഫോട്ടോഗ്രാഫേഴ്സിനോട് ഒന്നും സഹകരിക്കുന്നില്ല. ക്യാമറയ്ക്ക് കൊണ്ട് ചേട്ടൻ നിൽക്കുകയാണ്. കുറുമ്പി ഭയങ്കര കരച്ചിലാണ്. അതുകൊണ്ട് നമ്മൾ POV ഷോട്ട് തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ വാപ്പി വന്ന സമയത്ത് പൊന്നിൻ്റെ വാപ്പയുടെ കൂടെ കയറിയിരുന്ന ഫോട്ടോ എടുക്കാനും കാര്യങ്ങളെല്ലാം ഭയങ്കര ഉത്സാഹമാണ്. വാപ്പയുടെ ഉമ്മയുടെ നടക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കേക്ക് കട്ട് ചെയ്യാം. പാട്ടേ പൊറ നാളിനായി പൂങ്കനി ലെങ്കിടും ലെങ്കിനായി പാടാം പാടാം ഹാപ്പി ബർത്ത്ഡേ പാടാം പാടാം ഹാപ്പി ബർത്ത്ഡേ പാടാം പാടാം ഹാപ്പി ബർത്ത്ഡേ പാടാം പാടാം ഹാപ്പി ബർത്ത്ഡേ. പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ടാറ്റാ ബൈ ബൈ.